അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയലിലെ വീഡിയോ ക്ലാസ്സായ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ റെഗുലർ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച. ഈ 3 ദിവസങ്ങളിൽ 3 എപ്പിസോഡുകളായിട്ട് ഓരോ ആഴ്ചയിലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. സൂമാർ ജോഡി, അർബാർ ജോഡി, ജുമ്മേ ജോഡി. 3 ദിവസങ്ങളിലായിട്ട് ക്ലാസ് വർത്തിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സമയം അധികം നഷ്ടപ്പെടുത്താതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം ഒരു രാജ്യമാണ്. സ്റ്റേറ്റുകളുണ്ട്, ജില്ലകളുണ്ട്, പഞ്ചായത്തുകളുണ്ട്, വില്ലേജുകളുണ്ട്. അതിൽ ഏറ്റവും താഴെക്കിടയിൽ ഉള്ളത് കുടുംബമാണ്. കുടുംബത്തിലൂടെയാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു കൊച്ചു കുടുംബത്തിനെ, ഒരു വീടിനെ ബേസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഈ ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നത് മലയാളം കച്ചി ആയിരിക്കും. അതായത് മലയാളത്തിലൂടെ കച്ചി വളരെ ലളിതമായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനുള്ള ശ്രമമായിരിക്കും ഞാനിവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു കുടുംബം എടുക്കാം. ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു മകൻ, ഒരു മകൾ. ചെറിയൊരു കുടുംബം. കാരണം ഇന്ന് എല്ലായിടത്തും അണുകുടുംബമാണ്. ഇന്ന് നാനാ നാനി, ഡാഡാ ഡാഡി, ചാച്ചാ ചാച്ചിയൊന്നും ആരുടെയും കൂടെ താമസിക്കുന്നില്ല. അപ്പോൾ അണുകുടുംബത്തിൽ രാവിലെ പ്രഭാതത്തിൽ ആ കുടുംബത്തിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇളയ മകൾ അത് ഉണർന്നെഴുന്നേറ്റ് വന്ന് ഉമ്മയോട് ചോദിക്കുകയാണ്, ഉമ്മി, അബ്ബ എവിടെ പോയി? കച്ചിയിൽ ചോദിക്കുക. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഉമ്മി അബ്ബ കെട ഒസിയ. പിന്നെ കുട്ടി നോക്കി നോക്കുമ്പോൾ സഹോദരനെയും കാണുന്നില്ല, ബ്രദറിനെയും കാണുന്നില്ല. ഉമ്മി ബയ്യ കെട ഒസിയ. ഉമ്മി അബ്ബ കെട ഒസിയ, ഉമ്മി ബയ്യ കെട ഒസിയ. ഉമ്മി അബ്ബ എവിടെ പോയി, ഉമ്മി ബയ്യ എവിടെ പോയി. അപ്പോൾ ഉമ്മി പറയുന്നു, അബ്ബ നമാസ് പടലിലെ മിസീദ് ഒസിയ. അബ്ബ നമസ്കരിക്കാൻ പള്ളിയിൽ പോയി. അബ്ബ നമാസ് പടലിലെ മിസീദ് ഒസിയ. ഭയ്യ നമാസ് പടലിലെ മിസീദ് ഒസിയോ. ഉമ്മ പറയുന്ന മറുപടിയാണ്, ഭയ്യ നമസ്കരിക്കാൻ പള്ളിയിൽ പോയി. അപ്പോൾ മകൾ ചോദിക്കുന്നത് അബ്ബ കെട ഒസിയ. ഉമ്മ പറയുന്നു അബ്ബ നമാസ് പടലിലെ മിസീദ് ഒസിയ. മകൾ വീണ്ടും ചോദിക്കുന്നു ബയ്യ കെട ഒസിയ. ഉമ്മ പറയുന്നു ബയ്യ നമാസ് പടലിലെ മിസീദ് ഒസിയോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടിപ്പ് ഞാൻ പറഞ്ഞു തരാവുന്നത്, അബ്ബ നമാസ് പടലിലെ മിസീദ് ഒസിയ, ബയ്യ നമാസ് പടലിലെ മിസീദ് ഒസിയോ. അബ്ബയുടെ കാര്യം ഉമ്മ പറയുമ്പോൾ ഒസിയ എന്ന് പറയുന്നു, ബയ്യയുടെ കാര്യം പറയുമ്പോൾ ഉമ്മ ഒസിയോ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ആ ശബ്ദത്തിന് വ്യത്യാസം വരുന്നുണ്ട്, ഒസിയോ. അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇന്ത്യൻ ഭാഷകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. ഇത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ മുതിർന്നവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കും. അബ്ബ ഉള്ളത് വീട്ടിൽ മുതിർന്ന ആളാണ്, അച്ഛനാണ്, വാപ്പയാണ്. അപ്പോൾ അബ്ബയ്ക്ക് ബഹുമാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ അബ്ബ ഒസിയ പറയും. അപ്പം അബ്ബ ഒസിയ എന്ന് പറയുമ്പോഴത്തേക്കും അബ്ബ പോയി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷേ അതിന് നമ്മൾ അബ്ബയ്ക്ക് ഒരു ബഹുമാനം കൊടുക്കുകയാണ്. അതിന് വേണ്ടി നമ്മൾ ബഹുവചനം ഉപയോഗിക്കുന്നു, പ്ലൂരൽ ഉപയോഗിക്കുന്നു, ഒസിയ. അതേസമയം ബയ്യ നമാസ് പടലെ ഒസിയോ എന്നാണ് പറയുന്നത്. ഒസിയോ അവിടെ ഏകവചനമാണ്, സിംഗുലറാണ് ഉപയോഗിക്കുന്നത്. കാരണം ബയ്യയ്ക്ക് ബഹുമാനം ഉമ്മ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഉമ്മയുടെ മകനാണ് ബയ്യ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അബ്ബ കെട ഒസിയ, ബയ്യ കെട ഒസിയ, അബ്ബ മിസീദ് നമാസ് പടലെ ഒസിയ, ബയ്യ മിസീദ് നമാസ് പടലെ ഒസിയോ. ഇത് ചില ആളുകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അബ്ബ ബാർ ഒസിയോ എന്ന് 1-2 ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി ഇന്ന് ശ്രമിച്ചത്. അബ്ബ ബാർ ഒസിയോ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം അബ്ബയ്ക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അബ്ബ ബാർ ഒസിയ എന്ന് വേണം പറയാൻ വേണ്ടി. ബയ്യ കുട്ടിയായതുകൊണ്ട് ബയ്യ ബാർ ഒസിയോ.
अब्बा नमाज पढ़ ले मस्जिद ओसिया, भैया नमाज पढ़ ले मस्जिद ओसियो. ओसिया ओसियो. अब्बा नमाज पढ़ ले मस्जिद ഓസിയ, ബയ്യ നമാസ് പढ़ലെ മസ്ജിദ് ഓസിയോ. ഇനി അത് കഴിഞ്ഞ് ഈ കുട്ടി ബാത്റൂമിലോട്ട് പോവുകയാണ്. അപ്പം ഉമ്മ ചോദിക്കുന്നു, മോളു കെടാ ഒസേത്തി, മോളു നീ എവിടെ പോകുന്നു? അപ്പോൾ മോള് പറയുന്നു, ആവും ദന്തുമാട്ടല്ലേ ഒസാത്തി, ഞാൻ പല്ല് തേക്കാൻ പോകുന്നു. ആവും ദന്തുമാട്ടല്ലേ ഒസാത്തി, ഞാൻ പല്ല് തേക്കാൻ പോകുന്നു. ദന്ത് എന്ന് വെച്ചാൽ പല്ല്, മാട്ടല്ലേ എന്ന് വെച്ചാൽ തേക്കാൻ, നമ്മൾ മലയാളത്തിലും തേക്കാൻ എന്നാണ് പറയുന്നത്, പല്ല് തേക്കാൻ. ഒസാത്തി. അപ്പോൾ ആ കുട്ടിയോടെ പറയുന്നത് ശ്രദ്ധിക്കുക, ആവും ദന്ത് മാട്ടല്ലേ ഒസാത്തി. ഒസാത്തി എന്ന് പറയുന്നത് ഞാൻ പോകുന്നു എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഒസാത്തി എന്ന് പറയുന്നത് അത് പെൺകുട്ടി ആയതുകൊണ്ട് നമ്മളവിടെ സ്ത്രീലിംഗം ഉപയോഗിച്ചു, ഒസാത്തി. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കുന്നത്, ആ കുട്ടിയെ പെൺകുട്ടി ആവും ദന്ത് മാട്ടല്ലേ ഒസാത്തോ എന്ന് പറയാൻ പാടില്ല, പറഞ്ഞാൽ അത് തെറ്റാണ്. ഒസാത്തോ എന്ന് പറയുന്നത് പുല്ലിംഗമാണ്, ആണുങ്ങൾ പറയുന്നതാണ്. സ്ത്രീ ആകുമ്പോഴേക്കും ഒസാത്തി എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിംഗം ശ്രദ്ധിക്കണം. അതായത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നോക്കിയിട്ട് ബഹുവചനമാണോ ഏകവചനമാണോ കൊടുക്കേണ്ടതെന്നുള്ള ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് നമ്മളെക്കാളും പ്രായമുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളോ ഒരു വ്യക്തി ആണെങ്കിൽ പോലും അതിന് നമ്മൾ ബഹുവചനം കൊണ്ട് ഉപയോഗിക്കുക. ബഹുവചനമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഒസന്ത, ഹായന്ത, പിയന്ത ആ രീതി. ഇനി അത് കഴിഞ്ഞ് അബ്ബ വരെയാണ്. അബ്ബ വന്ന് ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, രാവിലത്തെ ഭക്ഷണം അബ്ബ കഴിക്കുക. അപ്പം നമ്മളെന്ത് പറയും, അബ്ബ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നു. രാവിലത്തെ ഭക്ഷണത്തിന് നമ്മൾ പൊതുവെ ഇന്ത്യക്കാർ, ഹിന്ദിയിലായാലും ഉറുദുവിലായാലും കച്ചി ഭാഷയിലായാലും മലയാളത്തിലായാലും നാസ്ത എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും അബ്ബ നാസ്ത കഴിക്കുന്നു. ഉമ്മി പറയുക അബ്ബ നാസ്ത ഹായന്ത, അബ്ബ നാസ്ത കഴിക്കുന്നു. അപ്പം ഹായന്ത, ഹായന എന്ന് പറഞ്ഞാൽ ഹായനോ എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷിക്കുക. ഹായന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ബഹുമാനമാണ് കൊടുത്തിരിക്കുന്നത് അബ്ബയ്ക്ക്. അബ്ബ ഹായന്തോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അബ്ബ ഹായന്ത, അബ്ബ നാസ്ത ഹായന്ത. അല്ലെങ്കിൽ അബ്ബ നാസ്ത കറന്ത എന്ന് വേണമെങ്കിലും പറയാം. നാസ്ത കറന്ത, നാസ്ത കരിയോക്കോ, നാസ്ത കറന്ത, അങ്ങനെ വേണമെങ്കിലും പറയാം. നാസ്ത ആക്കുന്നു, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നാസ്ത ആക്കണം, ഞാൻ നാസ്ത ആക്കാൻ പോകുന്നു എന്ന് പറയും. നാസ്ത ആക്കുന്നു, നമ്മൾ നാസ്ത കറന്ത എന്ന് പറയുന്നതിൽ തെറ്റില്ല, നാസ്ത ഹായന്ത എന്ന് പറയുന്നതിലും തെറ്റില്ല. അത് കുറച്ചുകൂടി ഭംഗി ചിലപ്പോൾ കറന്ത എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അബ്ബ നാസ്താക്കി. ഇനി അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, കുട്ടികൾക്ക് പോകാൻ വേണ്ടി സ്കൂൾ ബസ് വരുന്നു. അപ്പം ഉമ്മ വിളിച്ച് പറയാണ്, മക്കളെ സ്കൂൾ ബസ് വന്നു, പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ പറയാണ്, മോളു സ്കൂൾ ബസ് ആയോ, ജൽദി ഒത്തർ. സ്കൂൾ ബസ് വന്നു, പെട്ടെന്ന് ഇറങ്ങും. മോളു സ്കൂൾ ബസ് വന്നു, പെട്ടെന്ന് ഇറങ്ങും. മോളു സ്കൂൾ ബസ് ആയോ, ജൽദി ഒത്തർ. സ്കൂൾ ബസ് ആയോ, സ്കൂൾ ബസ് വന്നു. ജൽദ് ഒത്തർ, പെട്ടെന്ന് ഇറങ്ങും. ജൽദി ഒത്തർ, ഒത്തർ എന്ന് പറഞ്ഞാൽ ഇറങ്ങും. കുട്ടിയോട് പറയാണ് ഇറങ്ങൂ എന്ന് പറയണം. അങ്ങനെ കുട്ടി സ്കൂളിൽ പോകുന്നു. അബ്ബ ഉള്ളത് നാസ്താക്കി കഴിഞ്ഞ ശേഷം അബ്ബ ഡ്രസ്സെല്ലാം മാറി അബ്ബ ഓഫീസിലേക്ക് പോകുന്നു. അബ്ബ ഓഫീസിലേക്ക് പോകുന്നു. അബ്ബ വഹാർത്തെ ഒസന്ത, അബ്ബ വഹാർത്തെ ഒസന്ത. ഒസന്ത വഹാർത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചിയിൽ ഓഫീസിനെ വഖാർ എന്നാണ് പറയുന്നത്. അബ്ബ വഖാർത്തെ ഒസന്ത, അബ്ബ പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു വീട്ടിൽ രാവിലെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയൊരു സമ്മറി ആണ് കാണുന്നത്. അബ്ബ സുബൂജ് ഒത്തിക്കരെ, അബ്ബ സുജൂദ് ഒത്തിക്കരെ, അബ്ബാന ബയ്യ ബുജ്ജന മെല്ലി നമാസ് പടല് മിസീദ് ഒസന്ത. അത് കഴിഞ്ഞിട്ട് മോളു ഒത്തിക്കരെ ദന്ത് മാട്ടി അച്ചെത്തി പോയ അബ്ബ नाश्तो खरंता, अब्बा नाश्तो खायंता. पोई करो दियो बस आयो, बच्चा बस में चढ़ी स्कूल ओसंता, बच्चा बस में चढ़ी स्कूल ओसंता. अब्बा वखारते ओसंता.
അപ്പോൾ ഇന്ന് വളരെ ചെറിയ ഒരു രീതിയിൽ ഒരു തുടക്കം മാത്രം ഞാൻ കുറിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ പോയാൽ മതിയോ എങ്ങനെയൊന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ബട്ടൺ അമർത്തുക, കമൻറ്റ് കോളം എടുക്കുക, അത് എഴുതുക, എന്നെ അറിയിക്കുക. ഇന്നത്തേക്ക് ചെറിയൊരു വീഡിയോയിൽ ഞാൻ തുടങ്ങിയാണ്. എല്ലാ ആഴ്ചയും തിങ്കൾ, ബുധൻ, വെള്ളി, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സൂമാർ ജൊടി, അർബാർ ജൊടി, ജുമ്മേ ജൊടി 3 ദിവസങ്ങളിലും ഞാൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും വേണം. ഇതിനെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ഡോക്ടർ എം.എ. റസാഖ് സേഠ്, റിയാസ് അഹമ്മദ് സേഠ്, റഫീഖ് സിലാട്ട്, അൻസാർ അബ്ദുൽ ഷക്കൂർ, ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവർക്കെല്ലാം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളിത് കേട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ നിങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും.